ചിത്രേ, നിന്റെ ചേട്ടൻ ഇപ്പോൾ ദുബായി പോയിട്ട് എത്ര നാളാകുന്നു? 2 വർഷം കഴിഞ്ഞു. കാവ്യയുടെ ചോദ്യത്തിന് മുന്നിൽ വളരെ ശാന്തതയോടെയാണ് ചിത്ര മറുപടി പറഞ്ഞത്. ഞാൻ ഓപ്പണായി ചോദിക്കുവാണേ, നാട്ടിൽ എങ്ങനെയായിരുന്നു ആള്? നിന്നോട് വലിയ സ്നേഹമായിരുന്നോ? നിങ്ങളുടെ ഫിസിക്കൽ റിലേഷനൊക്കെ ഓക്കെ ആയിരുന്നോ? ഉവടി, സ്നേഹമായിരുന്നു. ഏട്ടൻ അതിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഒന്നിച്ചുള്ള സമയം മിക്ക ദിവസങ്ങളിലും ബന്ധപ്പെടുമായിരുന്നു. ചിത്രയുടെ ആ മറുപടി കാവ്യ ഒരല്പസമയം നിശബ്ദയാക്കി. എന്നാൽ നീ ഒരു കാര്യം ചെയ്, നിന്റെ കൂട്ടുകാരാരേലും അവിടെ ചേട്ടൻ്റെ അടുത്തുണ്ടെങ്കിൽ നൈസിന് അവർ വഴിയൊന്ന് തിരക്ക്. പുള്ളിക്ക് അവിടെ വേറെ ഏതെങ്കിലും അഫെയർ ഉണ്ടോന്ന്? ഏയ്, അങ്ങനെ തിരക്കാനും മാത്രം പരിചയമുള്ള ആരും അടുത്തില്ല. മറുപടി പറയുമ്പോൾ ചിത്രയുടെ മുഖത്ത് ആവലാതി നിറഞ്ഞു. ഇതിപ്പോ നിനക്ക് സംശയമുള്ള സ്ഥിതിക്ക് ഒന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. 2 വർഷമായി ഭാര്യയും കുടുംബത്തെയും വിട്ട് ദുബായിൽ പോയിട്ട് നാട്ടിലും വരുന്നില്ല. മാത്രമല്ല, നിന്നോടത്രയും അടുപ്പവും ഉണ്ടായിരുന്ന ആള് ഇപ്പോൾ സെക്ഷുവൽ റിലേറ്റഡായി ഒരടുപ്പവും കാണിക്കുന്നുമില്ല. കാവ്യ പറഞ്ഞു നിർത്തുമ്പോൾ തല കുമ്പിട്ടു മൗനമായി ചിത്ര. എടി, ഇതിപ്പോൾ മൂന്നാമതൊരാളെ ഉൾപ്പെടുത്താൻ നിൽക്കണ്ട. ചോദിക്കാനുള്ളത് നേരിട്ട് തന്നെ ആളോട് ചോദിക്ക്. എന്താണ് മനസ്സിലിരിപ്പെന്ന് അറിയാലോ. എത്രയെന്ന് വെച്ചാ നീ എല്ലാം ഇങ്ങനെ മനസ്സിൽ ഒതുക്കി നടക്കുന്നത്? ആ പറഞ്ഞത് തന്നെയാണ് ഒരു പോംവഴി എന്ന് ചിത്രയ്ക്ക് മനസ്സിൽ തോന്നി. പക്ഷേ അപ്പോഴും ഒരു സംശയം അവളിൽ വേവലാതി നിറച്ചു. എടി, ഞാനിനി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏട്ടൻ അവിടെ മറ്റേതെങ്കിലും റിലേഷൻ ഉണ്ടെന്നാണ് മറുപടി പറയുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്നാ നീ വായിൽ വിരലുമിട്ട് വേണ്ട, ഞാൻ പറയുന്നില്ല. എടി പൊട്ടി പെണ്ണേ, ആദ്യം നീ കാര്യം തിരക്ക്, ബാക്കിയൊക്കെ പിന്നെയല്ലേ. ഇത്രയും അങ്ങ് പാവമാകാൻ നിൽക്കല്ലേ നീ. കെട്ടിയവരോടായാലും ആരോടായാലും ചോദിക്കാനുള്ള കാര്യം മുഖത്ത് നോക്കി ചോദിക്കണം. അതിനുള്ള തൻ്റെ ഇടമൊക്കെ വേണം ഒരു പെണ്ണിന്. കാലി കയറി കാവ്യയ്ക്ക്. അതോടെ വീണ്ടും മൗനമായി ചിത്ര. അന്ന് വീട്ടിൽ തിരികെ എത്തുമ്പോൾ എന്തായാലും കാര്യങ്ങൾ ഭർത്താവ് അനീഷിനോട് ചോദിക്കാൻ തന്നെ ഉറപ്പിച്ചു ചിത്ര. ദൈവമേ, പേടിക്കുന്ന പോലൊന്നും ഉണ്ടായേക്കരുതേ, മനസ്സുരുക്കി പ്രാർത്ഥിച്ചു അവൾ. അനീഷിന്റെ പതിവ് കോളിനായി കാത്തിരുന്നു അവൾ. സമയം 10 മണിയായപ്പോൾ തന്നെ അവൻ വിളിച്ചു. പതിവ് കുശലാന്വേഷണങ്ങൾക്കൊടുവിൽ അവൾ വിഷയത്തിലേക്ക് കടന്നു. ഏട്ടാ, ഇതിപ്പോ ഏട്ടൻ പോയിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞു. ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം തീർന്നല്ലോ. ഇനിയിപ്പോൾ തിരിച്ചു വന്നുകൂടെ? അല്ലെ ലീവിനെങ്കിലും വാ. ഏട്ടൻ ഞങ്ങളെപ്പറ്റി ഒന്നും ചിന്തയില്ലേ? ആ ചോദ്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല അനീഷ്. ഏട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഏട്ടൻ ഇപ്പോൾ എന്നെ പറ്റി ഒന്നും ചിന്തയില്ലേ? അറിയാലോ നമ്മളിവിടെ എങ്ങനെ കഴിഞ്ഞതാ. എന്നിട്ടിപ്പോൾ വിളിച്ചാൽ എന്നോടൊന്നും പറയാൻ പോലും ഇല്ല ഏട്ടന്. എന്തേ ഏട്ടൻ എന്നോടുള്ള വികാരങ്ങളൊക്കെ തീർന്നോ? മറുപടി കിട്ടാതെ ആയപ്പോൾ രണ്ടും കൽപ്പിച്ച് ചോദ്യം ആവർത്തിച്ചു ചിത്ര. എൻ്റെ ചിത്രേ, എന്താ നീ പറയുന്നേ? നിങ്ങളെ പറ്റിയല്ലേ എനിക്ക് ഓർമ്മയില്ലാതിരിക്കോ? ഇവിടെ ഓരോരോ തിരക്കുകളാണ് പൊന്നെ, അതല്ലേ? ആ മറുപടിയിൽ തൃപ്തിയായിരുന്നില്ല ചിത്ര. ഏട്ടാ, അങ്ങനെയല്ല. എന്തോ ഉണ്ട്. ഏട്ടൻ എവിടെ പോയി? ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു. പിന്നെ പിന്നെ സംസാരം പോലും നേരെയില്ല. എന്നേക്കാൾ വലുതായി എന്ത് തിരക്കാ ഏട്ടന്? അത്രയ്ക്ക് ഏട്ടനെവിടെ മറ്റാരുമായാലും അടുപ്പമുണ്ടോ? സത്യം പറയ്. അറച്ചറച്ചുള്ള ആ ചോദ്യം കേട്ടൊന്ന് നടുങ്ങി അനീഷ്. എന്താ ചിത്രേ, നിനക്കെന്താ ഭ്രാന്താണോ? ഇതെന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? ഇത്തവണ അവൻ്റെ ശബ്ദം ഉയർന്നു. ഏട്ടാ പ്ലീസ്, ഒച്ച എടുത്തിട്ട് കാര്യമില്ല. എനിക്കറിയണം ഏട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന്. എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ ഉറക്കം വരാത്ത ഏട്ടനിപ്പോൾ എന്നോടൊന്ന് പ്രൈവസിയായി സംസാരിക്കാൻ പോലും നേരമില്ല. സത്യം അറിയണം. ഏട്ടൻ എവിടെ മറ്റേതെങ്കിലും റിലേഷനുണ്ടോ? ചിത്ര വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതോടെ ആകെ കാലി കയറി അനീഷിന്. തോന്നിവാസം പറയുന്നതിനൊരു അതിരുണ്ട് കേട്ടോ. മനുഷ്യൻ ഇവിടെ കിടന്ന് നരകിക്കുക. അതിനിടയ്ക്ക് നിന്റെ മറ്റേടത്തെ സംശയം. നിനക്കറിയോ, ഇവിടെ കിടന്ന പട്ടിയെ പോലെ പണിയെടുക്കുക ഞാൻ. നേരം വെളുക്കുന്നതിന് മുന്നേ ജോലിക്ക് പോകണം. പണിയെടുത്ത് തളർന്ന ശവം പോലെയാ വൈകിട്ട് റൂമിൽ വന്ന് കയറുന്നേ. എന്നിട്ട് വീണ്ടും കുക്കിങ്. എല്ലാം കൂടി കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പാതി രാത്രിയാകും. പുറമേ കാണാൻ മാത്രമേ ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ഭംഗിയുള്ളൂ. ഉള്ളിലേക്ക് കയറിയാൽ ഞങ്ങളെപ്പോലെ ഗതി പിടിക്കാത്ത പാവങ്ങൾ കുറേ ഉണ്ടാകും. ഇതൊക്കെ ആരോട് പറയാൻ, ആര് മനസ്സിലാക്കാൻ? നിനക്കൊക്കെ വേണ്ടിയാടി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അവൻ്റെ വാക്കുകളിൽ നിരാശ നിറയുമ്പോൾ പരിങ്ങിപ്പോയി ചിത്ര. ഏട്ടാ, ഞാൻ അങ്ങനെയല്ല. അവളുടെ ശബ്ദമിടരുമ്പോൾ കാലി അടങ്ങാതെ വീണ്ടും തുടർന്നു അനീഷ്. പിന്നെ നീ എന്താ പറഞ്ഞേ? നിന്നോട് പ്രൈവസിയായി സംസാരിക്കുന്നില്ലെന്നോ? താല്പര്യം കുറഞ്ഞു എന്നോ? എൻ്റെ കൊച്ചെ, 8 പേരുണ്ട് ഈ ഇടുങ്ങിയ റൂമിൽ. ഒരു ബെഡ് സ്പേസ്, അതാണ് ആകെയുള്ള സ്ഥലം. അവിടെ എന്ത് പ്രൈവസി? റൂമിൽ വന്നാൽ കുക്കിങ്ങും അലക്കും കുളിയും ഒക്കെയായി ഒന്ന് നേരെ വിളിച്ച് നിന്നോട് മിണ്ടാൻ പോലും സമയമില്ല.
ആഗ്രഹമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട്. പക്ഷെ പറ്റാഞ്ഞിട്ടാണ്. എനിക്കിവിടെ വേറെ അവിഹിതമൊന്നുമില്ല. സാഹചര്യങ്ങൾ കാരണം ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എനിക്ക് മടുത്തു ഇവിടം. നാട്ടിൽ വന്ന് നീയും മോളും എല്ലാവരുമായി നമ്മുടെ പഴയ ലൈഫ് തന്നെയാണ് എൻ്റെ സ്വപ്നം. പക്ഷേ നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെങ്കിൽ കയ്യിൽ കാശ് വേണം. ഇപ്പോൾ നമ്മുടെ കടങ്ങളൊക്കെ തീർന്നല്ലോ. ഇനിയിപ്പോൾ ഒരു 2-3 മാസങ്ങൾ കൂടി പിടിച്ചു നിന്നാൽ ഒരു ചെറിയ സമ്പാദ്യമാകും. എന്നിട്ട് ഞാൻ ഓടി വരും നിങ്ങളുടെ അടുത്തേക്ക്. പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ ശബ്ദമൊക്കെ ഇടറി. ഒക്കെയും കേട്ടു നിന്ന ചിത്രയാകട്ടെ പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ പൊന്നേട്ടാ, എന്നോട് ക്ഷമിക്കും. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്തൊക്കെയോ മനസ്സിൽ ഓർത്തുപോയി ഞാൻ. വെറുതെ എൻ്റെ ഏട്ടനെ. വാക്കുകൾ കിട്ടിയില്ല അവൾക്ക്. സോറി ഏട്ടാ, റിയലി സോറി. ഏട്ടൻ്റെ അവിടുത്തെ കഷ്ടപ്പാടുകൾ ഞാൻ മനസ്സിലാക്കിയില്ല. തെറ്റ് എൻ്റെയാണ്. കെഞ്ചുകയായിരുന്നു അവൾ. ഏയ് പോട്ടടോ, എനിക്ക് മനസ്സിലാവും നിന്നെ. 5-8 കൊല്ലം ഒപ്പം നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നീ ഒറ്റപ്പെട്ടു പോയി. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ പലപ്പോഴും നിന്നെ കെയർ ചെയ്യാൻ എനിക്കും പറ്റാതെ പോയി. അതെൻ്റെയും തെറ്റാണ്. എൻ്റെ പൊന്ന് വിഷമിക്കേണ്ട. മാക്സിമം 3 മാസം, അതുകൂടെ കഴിഞ്ഞാൽ ഞാനങ്ങ് വരും. നമ്മുടെ ലോകത്ത് പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം. ചിത്ര കരയുകയാണെന്ന് മനസ്സിലാക്കിയതോടെ അനീഷിൻ്റെ മിഴികളിലും നനവ് പടർന്നു. പതിയെ പതിയെ അവരുടെ സംസാരങ്ങളിലൂടെ വിഷമങ്ങളും തെറ്റിദ്ധാരണകളും അകന്നു. എന്താ പൊന്നെ നീ പറഞ്ഞത്? എനിക്ക് നിന്നോടുള്ള താല്പര്യം കുറഞ്ഞു വന്നോ? നിനക്കറിയോ, അങ്ങനെയൊരു താല്പര്യം ഉണ്ടെന്നത് പോലും മറന്നു ഞാൻ. സത്യം പറഞ്ഞാൽ മുള്ളാൻ നേരമാണ്. അല്ല വേണ്ട, പറയുന്നില്ല ഞാൻ. തമാശയായി അനീഷ് പറഞ്ഞത് കേട്ട് പൊട്ടിച്ചിരിച്ചുപോയി ചിത്ര. മോനിങ്ങി വാ, താല്പര്യമൊക്കെ താനെ വരുത്തി തരാം ഞാൻ. കുസൃതിയിൽ അവളത് പറയുമ്പോൾ അനീഷിൻ്റെ ഉള്ളൊന്ന് കുളിർന്നു. അപ്പം ശരി പൊന്നെ, നിന്നോട് സംസാരിച്ച് ഇന്നത്തെ കുക്കിംഗ് മുടങ്ങി. ഞാൻ താഴെ ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിച്ചു വരാം. നാളെ വിളിക്കാം കേട്ടോ. അനീഷിൻ്റെ കോൾ കട്ടാകുമ്പോൾ അറിയാതെ ബെഡിലേക്ക് ചാഞ്ഞുപോയി ചിത്ര. അവളുടെ ഉള്ളിലെ കുറ്റബോധം അപ്പോഴും മാറിയിരുന്നില്ല. എന്തായാലും ഉള്ളിൽ വലിയൊരു വേവലാതി ഇല്ലാണ്ടായ സന്തോഷത്തിൽ അന്ന് സുഖമായി ഉറങ്ങി അവൾ. സത്യത്തിൽ തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒരു പരിധിവരെ വേണ്ടപ്പെട്ടവരെ അറിയിക്കാതെയാണ് ഭൂരിപക്ഷം പ്രവാസികളും കഷ്ടപ്പാടുകളൊന്നും അറിയിക്കാതെ തങ്ങളിലൂടെ അവരുടെ സന്തോഷങ്ങൾ കാണുന്നത്. അതുതന്നെയാണ് പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ ആശ്വാസവും സംതൃപ്തിയും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്